നൂദില ഫാക്ടറി എന്ന ടാസ്കിന് ശേഷം ബിഗ് ബോസ് കൊടുത്ത അടുത്ത ടാസ്ക് ആണ് സർക്കസ് കൂടാരം. സർക്കസുമായി ബന്ധപ്പെട്ട ഒരു ടാസ്ക് ആണ്. അതിൽ അനീഷാണ് പ്രധാന ക്യാരക്ടർ. അതിൽ അനീഷാണ് മൃഗങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും സർക്കസിന്റെ പ്രധാനമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവീൺ കഴുതയാണ് നിങ്ങൾക്ക് മുന്നിൽ. അനീഷിനെ സഹായിക്കാനായി സാബുമാനെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രകടനം നടത്തിയത് അനിമോളാണ്. അനിമോൾ ഒരു ആടായി വന്ന് ബോഡിയിൽ റിങ്ങിട്ട് കറക്കുന്ന ഒരു സിസ്റ്റമാണ് അനു ചെയ്തത്. അത് പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഷോ തന്നെയായിരുന്നു. കാരണം അനുവിന്റെ എക്സ്പ്രഷനും ഒരു അവതരിപ്പിക്കുന്ന ശൈലിയും വെച്ച് അത് ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാക്കി എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നീട് കഴുതയായും ആനയായും നായയായും പലരും വന്നു. ആനയുടെ വേഷം കെട്ടി വന്നത് റെന ഫാത്തിമയായിരുന്നു. റെന ഫാത്തിമ ആനയുടെ റോൾ നന്നായിട്ട് ചെയ്യുകയും വളരെ എന്റർടൈൻമെന്റ് ആയും കാണികളെ രസിപ്പിക്കുന്ന രീതിയിലുമാണ് ചെയ്തത്. അതുകൊണ്ട് റെന ഫാത്തിമയ്ക്ക് ഇതിൽ എല്ലാവരുടെയും കയ്യടി കിട്ടി എന്ന് തന്നെ വേണം പറയാൻ. ആര്യൻ വന്നത് ഒരു നായയായിട്ടാണ്. ആര്യനും കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തു. അതിൽ ഏറ്റവും കുറവ് പെർഫോമൻസ് നടത്തിയത് ജിസേൽ തന്നെയാണ്. കാരണം ജിസേലിന് വലുതായി റോളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ജനങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയതും അനീഷിനാണ്. കൂടെ സാബുമാനും സാഹചര്യം ഉണ്ടായി എങ്കിലും സാബുമാന്റെ റോള് കൃത്യമായി ഉപയോഗിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം അനീഷിന്റെ കൂടെ നിന്ന് തന്നെ സാബുമാന് നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും സാബുമാൻ അനീഷിന്റെ തൊട്ട് പുറകെ നിന്ന് അനീഷിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് സാബുമാൻ പെർഫോം ചെയ്തത്. പക്ഷെ അനീഷ് തനിക്ക് കിട്ടിയ റോൾ നന്നായി പെർഫോം ചെയ്യുകയും മൃഗങ്ങളെ നന്നായി പരിപാലിക്കുന്ന ആളായും സർക്കസിന്റെ ഏറ്റവും ഹെഡായും അനീഷ് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് അനീഷ് തന്നെയാണ് ഈ ടാസ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് എന്ന് വേണം പറയാൻ. എന്തായാലും ഇതേപോലുള്ള ടാസ്കുകളാണ് പ്രേക്ഷകർ ബിഗ് ബോസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതുപോലുള്ള കളർഫുൾ ആയ ടാസ്കുകളാണ് കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടം. കാരണം ബുദ്ധി ഉപയോഗിച്ച് മാത്രം ചെയ്യുന്ന മൈൻഡ് ഗെയിം മാത്രമല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതലും ഇതുപോലുള്ള കളർഫുൾ ആയ ആക്ടിംഗ് ഉള്ള പെർഫോമൻസ് ആണ് ജനങ്ങൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള ടാസ്കുകൾ ഇനിയും ഇവർ നന്നായി പെർഫോം ചെയ്യട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ബിഗ് ബോസ് വാർത്തകളും ബിഗ് ബോസ് വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.